വെൽക്കം ടു എഡ്യൂക്കേട്രിക്സ്. ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഡിഫറൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡിസ്റ്റൻസിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെയും ഡിഫറൻസ് ഈസിയായി മനസ്സിലാക്കാൻ നമുക്ക് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ഒരു എക്സാമ്പിൾ ഡിസ്കസ് ചെയ്യാം. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ഒരു സൈക്കിൾ ചവിട്ടുവാണല്ലേ. അന്നേരം അയാൾ സ്റ്റാർട്ട് ചെയ്ത പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എ എന്നെടുത്താൽ അയാൾ ഈ റെഡ് ലൈൻ മാർക്ക് ചെയ്തേക്കുന്ന വഴികളിലൂടെയാണ് സൈക്കിൾ ചവിട്ടിയിരിക്കുന്നത്. വളഞ്ഞും പുളഞ്ഞും കിടക്കുന്ന വഴികളിലൂടെ അയാൾ സൈക്കിൾ ചവിട്ടി ബി എന്ന പൊസിഷനിൽ ചെന്ന് നിന്നു. അന്നേരം അയാൾ എത്ര ദൂരം സൈക്കിൾ ചവിട്ടി എന്നതിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഈ ചുമല വര കാണിച്ചേക്കുന്നില്ല, ആ വരയുടെ മൊത്തത്തിലുള്ള ലെങ്ത് എടുത്താൽ എത്രയാണോ അതായിരിക്കും ആ സൈക്ലിസ്റ്റ് സഞ്ചരിച്ച ഡിസ്റ്റൻസ്. ഇനി അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ആ സൈക്ലിസ്റ്റ് സഞ്ചരിച്ച വഴികളെല്ലാം എയിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ പറഞ്ഞു പുള്ളി എയിന്ന് സ്റ്റാർട്ട് ചെയ്ത് ബിയിൽ വന്ന് നിന്നു. ഇനിയും ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ തുടക്കത്തിൽ അദ്ദേഹം സൈക്കിൾ ചവിട്ടാൻ സ്റ്റാർട്ട് ചെയ്ത സ്ഥലം എവിടെയാണ് എ, അവിടുന്ന് ഫൈനലായിട്ട് അയാൾ വന്ന് നിന്ന സ്ഥലം ഏതാണ് ബി. ഈ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലോട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ, അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വിളിക്കുന്നത്. അത് ഈ പിക്ചറിൽ ക്ലിയർ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷനും തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതെപ്പോഴും എന്നായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും അല്ലേ. അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഡിസ്റ്റൻസ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നത്. എന്താ? ആ സൈക്ലിസ്റ്റ് മൊത്തത്തിൽ യാത്ര ചെയ്ത ഡിസ്റ്റൻസ്, ആ ഈ ചുമല വര കാണിച്ചേക്കുന്ന ആ ലൈൻ്റെ ഫുൾ ലെങ്ത് ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഡിസ്റ്റൻസ്. അതിപ്പോൾ ഒരു 100 മീറ്റർ ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എപ്പോഴും എത്ര ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ഇനീഷ്യൽ പൊസിഷൻ ടു ദ ഫൈനൽ പൊസിഷൻ ആയതുകൊണ്ട് തന്നെ അത് വളരെ കുറവായിരിക്കും അല്ലേ. മേ ബി അതൊരു 25 മീറ്റർ ആയിരിക്കും. അതാണ് ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. അന്നേരം നമുക്ക് ഡിസ്റ്റൻസിനും ഡിസ്പ്ലേസ്മെൻറ്റിനും ഒരു ഡെഫിനിഷൻ ഇങ്ങനെ പറയാം. ഡിസ്റ്റൻസ് എന്നാൽ ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് ഓഫ് എ ടോട്ടൽ പാത്ത് കവേർഡ് ബൈ ദ ബോഡി ഇൻ എ മോഷൻ. അതായത് ഒരു ബോഡി എയിൽ നിന്നും ബിയിലേക്ക് യാത്ര ചെയ്യുമ്പം അത് കവർ ചെയ്ത ടോട്ടൽ പൊസിഷനെയാണ്. അന്നേരം ഇവിടെ ഇങ്ങനെ വളഞ്ഞും പൊളഞ്ഞും ഒക്കെ മൊത്തത്തിലുള്ള ലെങ്തിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എന്താണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്? ദ ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് ഓഫ് എ ടോട്ടൽ പാത്ത് കവേർഡ് ബൈ ദ ബോഡി ഇൻ എ മോഷനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇതേ ബോഡിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ എയിൽ നിന്നും ബിയിലേക്കുള്ള സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അന്നേരം ഡിസ്പ്ലേസ്മെൻറ്റിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ഇനീഷ്യൽ പൊസിഷൻ ഓഫ് എ ബോഡി ടു ദ ഫൈനൽ പൊസിഷൻ. ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്നായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അത്രയും കാര്യം ഓർത്തിരുന്നാൽ മതി. ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ക്വാണ്ടിറ്റേറ്റീവ് മെഷർമെൻറ്റ് ഓഫ് എ ടോട്ടൽ പാത്ത് കവേർഡ് ബൈ ദ ബോഡിയും ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഫ്രം ദ ഇനീഷ്യൽ പൊസിഷൻ ടു ദ ഫൈനൽ പൊസിഷൻ ഓഫ് എ ബോഡി. അതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് വിളിക്കുന്നത്.